മോദി ഭരണം ചർച്ചയാക്കിയോ എന്ന് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ ചോദ്യം 6 ഘട്ടം കഴിഞ്ഞ് സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു വേളയിൽ മനു എന്തു പറയും? തീർച്ചയായും ചർച്ചയാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നമ്മൾ നോക്കൂ, മോദി ഭരണത്തിലെ അഴിമതികൾ, ജനകീയ വിഷയങ്ങൾ, ജനങ്ങൾക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളടക്കം ചർച്ചയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാക്കുന്നു. ഏറ്റവും ഒടുവിൽ കോവിഡ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂ, അതായത് ആസ്ട്രാസെനക്കയും അവരുടെ കുമ്പസാരവും അതിനെ തുടർന്ന് പ്രധാനമന്ത്രിക്ക് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പണം നീക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അഗ്നിവീറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കർഷക പ്രശ്നങ്ങൾ, ഇതൊക്കെ വലിയ തോതിൽ ചർച്ചയാക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വസ്തുതയുണ്ട്. ശരിയാണ്. ഇപ്പോൾ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിലക്കയറ്റം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, അഗ്നിവീറുമായി ബന്ധപ്പെട്ടാണ് തൊഴിലില്ലായ്മ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് ഉത്തരേന്ത്യൻ സാഹചര്യം മാറിയിട്ടുള്ളത്. തൊഴിലില്ലായ്മ വളരെ പ്രധാനപ്പെട്ട വിഷയമായി മാറിയിട്ടുണ്ട്. അതുപോലെ ഗ്രാമീണ ജനജീവിതം എന്നുള്ളത് വളരെ വലിയ, കാരണം ഏതാണ്ട് ഇന്ത്യൻ ഗ്രാമീണ ജീവിതത്തെ മികവാർന്ന തിളക്കമാർന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയി എന്നൊരു അവകാശവാദത്തിനും നടുവിലാണ് ഉത്തരേന്ത്യൻ ജീവിത സാഹചര്യങ്ങളെ കുറെ കൂടി ഫലപ്രദമായി ഈ മുന്നണിക്ക് അതിൻ്റെ പോരായ്മകളെ 10 വർഷം കഴിയുന്ന ഒരു സർക്കാരിനെ തുറന്ന് ചർച്ചയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ നീക്കത്തിന്റെ ഫലം കൂടിയാണ് ഇപ്പോൾ ഈ ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ചും പശ്ചിമ ഉത്തർപ്രദേശിലും ഒപ്പം തന്നെ ഹരിയാനയിലൊന്നും BJP സ്ഥാനാർത്ഥികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? കർഷക രോഷം കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. അതായത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ കർഷകരും അവരുടെ കർഷക ഭൂമികളുമാണല്ലോ. അപ്പോഴൊരു പ്രശ്നമുണ്ട്. 2019 അത്തരമൊരു കർഷക പ്രതിഷേധത്തിന്റെയും രോഷത്തെയും നേരിട്ട BJP എന്നുണ്ട്. അന്ന് ആ കർഷക പ്രശ്നത്തെ ഇതേ ഉറപ്പോടെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു മുന്നണി സംവിധാനം ഇല്ലായിരുന്നു. അതായത് ഒരു കർഷക കൂട്ടായ്മ വളരെ ശക്തമായി, പക്ഷെ ആ കർഷക കൂട്ടായ്മയ്ക്ക് അനുകൂലമായ വിധത്തിൽ രാഷ്ട്രീയ സാഹചര്യം രാഷ്ട്രീയമായി അത് രൂപപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ ഹരിയാനയിലെയും പഞ്ചാബിലെയും ഒക്കെ കർഷക പ്രതിഷേധത്തെ ഒരു രാഷ്ട്രീയ മുന്നണിയായി അത് വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ആ കർഷകരും അത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹരിയാനയിൽ JJP, ഉദാഹരണത്തിന് JJP അവിടുത്തെ BJPയുടെ ഘടകകക്ഷിയായിരുന്നു. അവർ മാറി. പക്ഷെ ഇപ്പോഴും JJPയുടെ സ്ഥാനാർത്ഥികൾ ആ രോഷം അനുഭവിക്കുന്നുണ്ട്. കർഷകർ അവസാന നിമിഷം അതുകൂടി കണക്കാക്കിയാണ് അവർ ആ സർക്കാരിൽ നിന്ന് അത് മാത്രമല്ല അവിടെ ഇന്ത്യ സഖ്യത്തിന് പിന്തുണ കൊടുക്കുമെന്ന് കർഷകർ തന്നെ പറയുന്ന പല വാക്കുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യം കർഷകർ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന ഒരു വലിയ പ്രാധാന്യം കൂടി ഇത്തവണയാണ്.